രാജവെമ്പാല കൂടുതലായി കാണുന്ന ഈറയോ മുളയോ ഒക്കെ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മുട്ട ഇട്ട് മാറ്റിങ് സമയത്ത് മുട്ടയിടുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ചപ്പൊക്കെ കരിയിലേക്ക് ഇങ്ങനെ കൂട്ടി ഒരു 5 അടിയോളം ചുറ്റളവിൽ കരിയില കൂട്ടി വെക്കുന്ന ഈ ആൺപാമ്പാണ് കൂടുതലായി അത് ചെയ്തു വരുന്ന കാണാം. ആൺപാമ്പ് ഇങ്ങനെ ശരീരം കൊണ്ട് ചപ്പ് കൂട്ടി വെക്കുകയും പെൺപാമ്പ് ഈ ചപ്പിനകത്ത് ഈ കരിയിലേക്കകത്ത് ഈ ഉണക്ക ഇലയ്ക്കകത്ത് കയറി മുട്ടയിട്ട് വെക്കുകയും അതുമാത്രമല്ല അവിടെ ചൂട് കൂടുകയാണെങ്കിൽ പാമ്പുകൾക്ക് വേറെ പ്രത്യേകത. ചിലർ പറയും പാമ്പ് വെള്ളം കുടിക്കാൻ വരുന്നത്, പക്ഷേ ചില പാമ്പുകൾ വെള്ളം കുടിച്ചതിന് ശേഷം ദേഹം മൊത്തം തണുപ്പിച്ചതിന് ശേഷം ആ പാമ്പ് മൂവ് ചെയ്ത് വന്ന് ഈ മുട്ടയുടെ പുറത്ത് നനവില്ലാതെ മുട്ടയുടെ പുറത്ത് ചുറ്റിയിരിക്കുന്നു. കാരണം പാമ്പുകളുടെ ശരീരത്തിൽ കോൾഡ് ബ്ലഡ് ആയതുകൊണ്ട് പാമ്പിൻ്റെ മുട്ട വിരിയാനും തണുപ്പാണ് ആവശ്യം, ചൂടല്ല. സാധാരണ ഈ കുറച്ച് നാൾക്ക് മുന്നേ ഒരു മാധ്യമത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, പാമ്പിൻ്റെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചു വന്നു. എന്ത് മണ്ടത്തരമെന്നറിയാം. ഒരിക്കലും പാമ്പിൻ്റെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കാൻ കഴിയില്ല, ചൂടെടുത്ത് വിരിയിക്കാൻ കഴിയില്ല. അത് മണ്ടത്തരമാണ്. ആ അറിവ് അങ്ങനെ നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. ഒരിക്കലും പാമ്പുകളുടെ മുട്ട നമുക്ക് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. കോഴിക്കുഞ്ഞൊക്കെ വിരിയിക്കുന്ന പോലെ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. പാമ്പിനോട് ഞാനൊക്കെ ചെയ്യുന്നത് കൃത്രിമമായിട്ട് ബെഡ് ഉണ്ടാക്കി വെച്ച് ആ ബെഡിൽ വെച്ചാണ് മുട്ട വിരിയിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ വീട്ടിൽ മുട്ട വിരിയിക്കാൻ കഴിയാത്ത രണ്ട് അതിഥികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് രാജവെമ്പാലയുടെയും അല്ലെങ്കിൽ കിങ് കോബ്രയുടെയും, രണ്ടാമത് മുതല അഥവാ ചീങ്കണ്ണിയുടെയൊക്കെ മുട്ട മാത്രമേ എനിക്ക് വീട്ടിൽ വിരിയിക്കാൻ കഴിയുള്ളൂ. ബാക്കി ആമയുടെയും ഓന്തിൻ്റെയും അരണയുടെയും പാമ്പിൻ്റെയും പാമ്പാക്കി മുറുക്കൻ്റെയും ഒക്കെ മുട്ട എനിക്ക് വിരിയിക്കാൻ കഴിഞ്ഞു. എൻ്റെ ഓർമ്മ ചെയ്യുന്ന ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ ഈ പൊന്മുടിക്ക് പോകുന്ന വഴിയിൽ പേപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു രാജവെമ്പാല കണ്ടു. അവിടെ കുറച്ച് അടിക്കാട്, വനത്തിനോട് ചേർന്ന് അടിക്കാട് വൃത്തിയാക്കുന്ന കുറേ സഹോദരിമാർ അടിക്കാട് വൃത്തിയാക്കുന്ന ഒരു പാമ്പിനൊക്കെ രാജവെമ്പാലൊക്കെ ഉണ്ട്. അതിങ്ങനെ പെട്ടെന്ന് എണീറ്റ് പത്തി ഇങ്ങനെ എടുത്തപ്പോൾ അവർക്ക് ഓടി 2-3 ഹോസ്പിറ്റലായ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നെ അറിയിച്ചു. ഞാനവിടെ പോയി, ഫോറസ്റ്റ് ഓഫീസർമാരോട്ട് അവിടെ പോയി. അദ്ദേഹത്തിനെ ആ സ്ഥലത്തെത്തി. ഇവർ പറഞ്ഞ സ്ഥലത്തൊന്നും അതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇദ്ദേഹം ആ പുല്ല് മാറ്റി ഇങ്ങനെ ഇഴഞ്ഞു പൊരിക്കുന്ന പാട് കണ്ടപ്പോൾ എനിക്ക് തോന്നി പുല്ല് മാറ്റി ഞാൻ ആ കിടക്കുന്ന പാമ്പിനെ ഒരു 500 മീറ്റർ അപ്പുറത്ത് പോയി തേടി പിടിക്കുകയും അദ്ദേഹത്തിനെ പിടിച്ച് ചാക്കിലാക്കി. ആ ചാക്കിൽ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ വയറ്റിലൊക്കെ വയറ് വീർത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മ ചെയ്യുന്ന അന്ന് എൻ്റെ കൂടെ തിരുവനന്തപുരം സൂല് ഇന്നിരിക്കുന്ന വെറ്റിനറി ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഈ പാമ്പിനെ പിടിക്കുന്നതിന് മുന്നേ പാമ്പ് കിടന്ന സ്ഥലത്ത് എൻ്റെ കാഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാഷ്ടം എടുത്ത് ഇങ്ങനെ സ്മെല്ല് ചെയ്തിട്ട് ഞാൻ ഡോക്ടർ സാറിനോട് സാറേ ഈ പാമ്പ് കഴിച്ചിരിക്കുന്നത് മറ്റ് പാമ്പുകളല്ല വേറെന്തോ ജീവിയാണെന്ന്. അപ്പോൾ ഡോക്ടർ സാറിന് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല സുരേഷ് എന്ന് പറയും. അപ്പോൾ ഞാൻ എന്തായാലും സാറേ നോക്കാം പിടിക്കട്ടെ, പാമ്പിനെ പിടിച്ചിട്ട് സംശയം തീർക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ തേടി പിടിച്ച് കൊണ്ടുവന്ന് വയറ് മാത്രം വീർത്തിരിക്കുന്നു കുറേ ഭാഗം. ഞങ്ങളതിനെ കൊണ്ടുവന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളതിനെ ചാക്കിലാക്കി ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് ചാക്ക് അടിച്ച് തറയിലോട്ട് തട്ടിയപ്പം ഈ വയറ്റിൽ കിടന്ന ഭക്ഷണത്തിനെ അത് വൊമിറ്റ് ചെയ്തിരുന്നു, ഛർദ്ദിച്ചിരുന്നു. അതൊരു ഉടുമ്പ് അതോ വാലിയായിരുന്നു. അതിൻ്റെ പകുതി ഭാഗം തലയും 2 കൈയും ഒക്കെ ദഹിച്ച് പോയും ബാക്കി 2 കാലും ബാക്കിലൊക്കെ വാലും മാത്രമേ ഉണ്ടായിരുന്നു. ഉടുമ്പായിരുന്നു. അതും എൻ്റെ സാറിന് നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞു വെക്കുക, പാമ്പിനെ മാത്രം ഭക്ഷിക്കുന്ന പാമ്പല്ല രാജവെമ്പാല. അതിൻ്റെ പ്രത്യേക പാമ്പ് രാജവെമ്പാല മുയലിനെ പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. രാജവെമ്പാല മയിലിൻ്റെ മുട്ട, കാട്ടിൽ മയിലിൻ്റെ മുട്ട എടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. രാജവെമ്പാല കാട്ട് കോഴിയെ പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. പാമ്പിനെ വിശന്നാൽ അവൻ എല്ലാത്തിനെയും കഴിക്കുന്നു എന്നുള്ളത് മറന്നു പോകാതിരിക്കും. പിന്നെ ഒരു 1000 രാജവെമ്പാല നമ്മൾ പഠിക്കുമ്പോൾ ഒരു രാജവെമ്പാല പാമ്പുകളെ മാത്രമേ ഭക്ഷിക്കാറുള്ളൂ. ബാക്കിയെല്ലാം മറ്റെല്ലാ ഭക്ഷണവും തേടാറുണ്ട്. അത് കഴിഞ്ഞ് കൗമുദി ടീമിൻ്റെ യാത്രയിൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾ റാന്നി ഡിവിഷൻ്റെ കീഴിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കുകയും അങ്ങനെ ഞങ്ങൾ ടീം അവിടെ എത്തുകയും അപ്പോൾ ഒരു വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു പാമ്പ് കാപ്പിയുടെ മറവിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളവിടെ പോയി അതിനെ പിടിച്ച സമയത്ത് അദ്ദേഹം പിടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വയറ്റിനകത്ത് ഭക്ഷണം അതിൻ്റെ വയറ് വീർത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പിടിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ തന്നെ അദ്ദേഹം ആ ഭക്ഷണത്തെ അങ്ങ് വൊമിറ്റ് ചെയ്തു, വായ തുറന്ന് അങ്ങ് വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ രാജവെമ്പാലയെക്കാളും വലിയൊരു പെരുമ്പാമ്പായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത വ്യത്യസ്തമായ ഓർമ്മകളാണ്. വാവാ സുരേഷ് ഇതുവരെ 90 രാജവെമ്പാലകളെ പിടികൂടി കഴിഞ്ഞു. ഈ വർഷം ഇതുവരെ 13 രാജവെമ്പാലകളെയാണ് പിടികൂടി കാട്ടിൽ തുറന്നുവിട്ടത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രാജവെമ്പാലകളെ പിടികൂടിയ വ്യക്തിയും വാവാ സുരേഷ് തന്നെ. നമുക്കുവേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി രാജവെമ്പാലകളെ പിടിക്കുന്ന വാവാ സുരേഷിന്റെ സാഹസിക ജീവിതത്തിലെ 100ാമത് രാജവെമ്പാലയെ പിടികൂടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. അത് ഒട്ടും വിദൂരമല്ല.
പുതിയ പുതിയ രാജവെമ്പാലകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള യാത്രയാണ് സ്നേക് മാസ്റ്റർ ടീം. എൻ്റെ ജീവിതത്തിൽ ഈ ഇത്രയും രാജവെമ്പാല പിടിച്ച ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.